9 ന്യൂസ് തുടരുകയാണ്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആവശ്യപ്പെട്ട് കോൺഗ്രസ്. നീറ്റ്, പരീക്ഷാ ക്രമക്കേട്, കൻവർ യാത്ര, റെയിൽവേ സുരക്ഷാ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടു. ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയും സാമ്പത്തിക പാക്കേജും വേണമെന്ന ആവശ്യം NDA ഘടകകക്ഷികളും മുന്നോട്ട് വെച്ചു. അതേസമയം പാർലമെന്റിൽ ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MPയും ആവശ്യപ്പെട്ട്. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, വിശദാംശങ്ങൾ. വിനു, നാളെ ബജറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. മറ്റന്നാൾ 23-ാം തീയതിയാണ് ബജറ്റ് NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്, സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. ഇതിനു മുന്നോടിയായി ഇന്നിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ഈ ബജറ്റ് സമ്മേളനം ക്രിയാത്മകമായി പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടാകുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ഈ സർവകക്ഷി യോഗം വിളിച്ചത്. ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും പ്രതിപക്ഷ ഇന്ത്യ സഖ്യം നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് നീറ്റ് വിഷയത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ കൻവാർ സംഭവവും അതുകൂടാതെ റെയിൽവേ സുരക്ഷ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അവർ ഉന്നയിച്ചു. മാത്രമല്ല കോൺഗ്രസ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യം കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ NDA ഘടകകക്ഷികളായ JDU, TDP അടക്കമുള്ള പാർട്ടികൾ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജും പ്രത്യേക പദവി വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ നിരവധി വിഷയങ്ങൾ മുന്നോട്ട് വെച്ചു. കൻവാർ വിഷയം സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ സർവകക്ഷി യോഗത്തിൽ നിരവധി ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ബീഹാറിൻ്റെ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് JDUവും അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJPയും ആവശ്യപ്പെട്ടപ്പോൾ ഈ ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി എന്ന ആവശ്യം YSR കോൺഗ്രസ് ആണ് മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ TDP ഈ ആവശ്യം മുന്നോട്ട് വെച്ചില്ല. ഇതിനെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പിന്നീട് എക്സിൽ കുറിക്കുകയും ചെയ്തു. എന്തായാലും ഇതിൽ ഇന്ന് ജോൺ ബ്രിട്ടാസ് MP, രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് MP, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് കഴിഞ്ഞ 10 വർഷം പോലെ ആയിരിക്കരുത് ഇത്തവണത്തെ പാർലമെന്റിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമെന്നും കൃത്യമായ സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഒരു വേദിയായി പാർലമെന്റ് മാറണമെന്നും ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെടുകയും ചെയ്തു. Parliament should function properly. There should be debate and discussion, which was not happening for the last 10 years. This time we are insisting that pertinent issues which affect the people. 23 നടക്കുന്ന ബജറ്റിന് മുന്നോടിയായി നാളെ സാമ്പത്തിക സർവേ ഒരുപക്ഷെ സഭയിൽ മേശപ്പുറത്ത് വെച്ചേക്കും. പക്ഷേ എങ്കിൽ പോലും ഈ ബജറ്റ് സമ്മേളനവും ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ നീറ്റ് വിഷയവും മറ്റ് വിഷയങ്ങളെല്ലാം തന്നെയും നീറ്റ് വിഷയവും കൻവാർ വിഷയവും അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഈ പ്രതിപക്ഷത്ത് ഈ പാർലമെന്റിൽ ആവശ്യം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനും ഈ ഒരു ബജറ്റ് സമ്മേളനവും സാക്ഷിയാവുകയും ചെയ്യും. ബിനു. ശരി, സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.